ജനിച്ചിട്ട് ഇന്ന് വരെ മരിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബൈബിളിലെ ഒരു കഥാപാത്രമുണ്ട്. ഹെനോക്ക് എന്നാണ് വ്യക്തിയുടെ പേര്. ആദിയിൽ ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചു. ആദത്തിന് ഹവ്വയ്ക്കും മക്കളുണ്ടായി. കായേന്, ആബേല് ആദത്തിൻ്റെ മക്കളാണ്. ആദത്തിന് 130 വയസ്സായിരുന്ന സമയത്ത് ആദത്തിന് സേത്ത് എന്നൊരു മകൻ ജനിക്കുന്നുണ്ട്. ഈ സേത്തിന് 105 വയസ്സായ സമയത്താണ് എനോഷ് ജനിക്കുന്നത്. എനോഷിന് 90 വയസ്സാകുന്ന സമയത്ത് കെയ്നാൻ ജനിക്കുന്നു. കെയ്നാന് 70 വയസ്സാകുന്ന സമയത്ത് മഹലലേൽ ജനിക്കുന്നു. മഹലലേലിന് 65 വയസ്സായ സമയത്ത് യാരദ് ജനിക്കുന്നു. ഈ യാരദിന് 132 വയസ്സായ സമയത്താണ് ഹെനോക്ക് ജനിക്കുന്നത്. ഇവർക്കെല്ലാം വേറെയും പുത്രന്മാരും പുത്രിമാരുമൊക്കെ ജനിച്ചിട്ടുണ്ട്, ഒരു മകൻ മാത്രമല്ല. അപ്പോൾ ഈ ഹെനോക്ക് ദൈവത്തിന് വളരെ പ്രീതികരമായ രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ പറയുന്നത് ഹെനോക്ക് 365 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു എന്നാണ്. അവൻ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു എന്നാണ് പറയുന്നത്. ഏകദേശം 300 വർഷക്കാലത്തോടും ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ് ഹെനോക്ക്. അപ്പം മരണം എന്ന ആ പ്രക്രിയ ഇല്ലാതെ തന്നെ ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുത്ത ഒരു വ്യക്തിയാണ് ഹെനോക്ക്. ഹെനോക്ക് മരണമില്ലാതെ ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്.